ശ്രീ കെ എം ആന്റണി, ഇവിടെ ആരോപണം ഇരു മുന്നണികളും ഉന്നയിക്കുന്നുണ്ട്. നമുക്ക് രാഷ്ട്രീയ പശ്ചാത്തലം മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഘർഷ സാഹചര്യത്തിൽ പോലീസ് എടുക്കേണ്ടുന്ന നിയമ നടപടിക്രമങ്ങൾ എപ്രകാരമാണ് എന്നുള്ളതാണ്. പ്രതികളാണ് എന്ന് സംശയിക്കുന്നവരെ ഇത്തരത്തിൽ കീഴ്പ്പെടുത്തണമെങ്കിൽ കീഴ്പ്പെടുത്തേണ്ട സാഹചര്യമൊന്നുമില്ല. അവിടെ പരാതിക്കാരനായ ബിനു തന്നെ പറയുന്നുണ്ട്, അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് 10-ൽ താഴെ മാത്രമേ ആൾക്കാരുള്ളൂ, ഒരു 6-7 പേര് അടങ്ങുന്നവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. അവിടേക്കാണ് കയറി വരുന്നത്. അവർ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സാറെന്ന് ചോദിച്ച് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ അക്രമം അഴിച്ചു വിടുകയായിരുന്നു. അതിക്രൂരമായി ഇത്തരത്തിൽ മർദ്ദിച്ച് വാഹനത്തിനുള്ളിലൊക്കെ പിടിച്ചു കയറ്റി കൊണ്ടുപോയി വാഹനത്തിനുള്ളിലിട്ടും മർദ്ദിക്കുമ്പോൾ ആ പോലീസ് നടപടി ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? കാരണം അവിടെയാണ് BJP ആരോപിക്കുന്നത് പോലെ ഇതിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, അല്ലെങ്കിൽ ആരെയെങ്കിലുമൊക്കെയോ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ചിലരുടെ ആസൂത്രിത ശ്രമമാണ് എന്ന് പറയുകയാണെങ്കിൽ അതിൽ തെറ്റു പറയാൻ പാടില്ലല്ലോ. അതെ, അതിനകത്ത് ഇപ്പൊ ഈ അമ്പല പറമ്പിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനുള്ളില് കടന്നു വന്നിട്ട് ഒന്നും പറയാതെ, ഇപ്പം ബിനു പറഞ്ഞതിന് മുഖവിലേക്ക് എടുക്കുകയാണ് എങ്കിൽ ഒരു ഒരു ഒരറിയിപ്പുമില്ലാതെ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ 6-7 പേരെ ബലം പ്രയോഗിച്ച് അടിച്ചും മർദ്ദിച്ചും വസ്ത്രങ്ങൾ തന്നെ അഴിച്ചുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ മർദ്ദിച്ച് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നുണ്ട് എങ്കിൽ അവരൊരു ഏതോ എന്റെ പോലീസിലെ അനുഭവം വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതായിരിക്കും. അമ്പലത്തിന്റെ കോമ്പൗണ്ടിനുള്ളില് അല്ലെ ഇന്ന സ്ഥലത്ത് ഒരു 5-6 പേര് സംഘടിച്ചുകൊണ്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ അവർ ഇന്ന പോലെ ആയിരിക്കുമെന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അതിപ്പോ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആ പറഞ്ഞയാള്, അതായത് ഇൻഫർമേഷൻ കൊടുത്ത ആള് ചിലപ്പോ പൊടിപ്പും തൊങ്ങലും വെച്ച് കുറച്ച് ഗൗരവം കൂട്ടി പറഞ്ഞു ഇട്ടിട്ടുള്ളതാണ് എങ്കിൽ ആ അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അവരവിടെ വന്നിട്ട് ആ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. കാരണം തുടർച്ചയായിട്ട് സംഘർഷം നിലനിൽക്കുന്ന ഒരു സ്ഥലം, തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത്, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലീസിനെ ആ സംഘർഷത്തിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെ വരുമ്പോൾ കുറച്ച് കർക്കശമായിട്ട് പെരുമാറേണ്ടി വരും. അത് സ്വാഭാവികമാണ്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂര്, പാലക്കാട്, അതുപോലെ തന്നെ ആലപ്പുഴ, ഇങ്ങനെയുള്ള സംഘർഷ സാധ്യതകളുള്ള സംഘർഷം ഭരിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ BJP CPM സംഘർഷങ്ങൾ തുടർച്ചയായി നടക്കുന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം ലോ ആൻഡ് ഓർഡറിൽ തന്നെ. അപ്പം നമ്മൾ ഇതെല്ലാം നമ്മളെ പറ്റി, അതായത് ആ ഓഫീസറെ പറ്റി ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഒരു ആരോപണം വരില്ല. അത് രണ്ടു കൂട്ടർക്കും ആര് തെറ്റ് ചെയ്താലും അതിന്റെ നേതാക്കന്മാർക്ക് മനസ്സിലാകും നമ്മളെ ആൾക്കാരുടെ ഭാഗത്തു നിന്ന് തെറ്റുണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അവര് ഒരു പരിധി വിട്ട് അതിന് അങ്ങോട്ട് സമ്മർദ്ദം ചെയ്തില്ല. അപ്പൊ പാർട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയോ സംഘടനയുടെ പ്രവർത്തനത്തിന് വേണ്ടിയോ ഒക്കെ ആയിട്ട് കുറച്ചൊക്കെ അവർ ചെയ്യിപ്പിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഓഫീസർ നിഷ്പക്ഷനാണ്, അല്ലെങ്കിൽ അയാൾ നീതിപൂർവ്വം കാര്യങ്ങളെ കാണുന്ന ആള്, അല്ലെങ്കിൽ ആർക്കാരും അനുകൂലമായിട്ട് പക്ഷപാതപരമായിട്ട് പെരുമാറുകയില്ല എന്നൊരു തോന്നല് ആ ആളുകൾക്കുണ്ടെങ്കിൽ, ആ നേതാക്കന്മാർക്കോ ഉണ്ടെങ്കിൽ അവര് ഈ രീതിയിലുള്ള ഒരു മാർച്ചിലേക്കോ ഇങ്ങനെ ഒരു അധിക്ഷേപത്തിലേക്കോ പോകില്ല. അതാണ് സാധാരണ നമ്മുടെ കേരളത്തിലെ കണ്ടുവരുന്നത്. നമുക്കറിയാം BJP ഇപ്പൊ ശക്തമായ സാന്നിധ്യം കേരളത്തില് അറിയിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാണ്. BJPക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഇല്ലാത്ത കാലഘട്ടത്തില് 10-35 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾ പോലീസില് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സ്റ്റേഷന്റെ സർക്കിളിന്റെ ഒക്കെ ചാർജ് വഹിച്ചിട്ടുള്ളവരാണ്. ഞങ്ങളൊക്കെ അന്നും അവർക്കാർക്കും തന്നെ ആക്ഷേപമില്ലാത്ത രീതിയിൽ ആ രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത്. ഏത് പാർട്ടി ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, CPM ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ BJP ആയിക്കോട്ടെ, എന്താണെങ്കിലും അതിനുള്ള ഒരു ആർജവം നമ്മൾ കാണിക്കണം. അല്ലെങ്കിൽ നമ്മളൊരു ഓഫീസർ എന്നുള്ള നിലയ്ക്ക് കാക്കിയിട്ട് കഴിഞ്ഞാൽ നിഷ്പക്ഷമായിരിക്കണം. അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷിയോട് മാത്രമായിരിക്കില്ല നമ്മുടെ കൂറ്. അല്ലെങ്കിൽ ഭരിക്കുന്ന കക്ഷി ഒരു പരിധി വരെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചിലതൊക്കെ ചെയ്തെന്നിരിക്കും. അല്ലാതെ ഒറ്റ വൺ സൈഡായിട്ട് പോകുന്ന ഉദ്യോഗസ്ഥരുണ്ട്, വളരെ ചുരുക്കമേ ഉള്ളൂ. ഒരു ജില്ലയിൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു 10-15 ഇൻസ്പെക്ടർമാരുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ ഒരു 3 പേര് കാണും, അല്ലെ 2 പേര് കാണും, അല്ലെ അങ്ങനെയൊക്കെയുള്ളതേ ഉള്ളൂ. പക്ഷെ അവർ ഈ പേരുദോഷം ഉണ്ടാക്കുന്നത് അവർ തന്നെയായിരിക്കും. അവർ എന്തെങ്കിലും കാരണത്താൽ ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ പക്ഷപാതപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അവർ ഈ അതായത് നിഷ്പക്ഷതയെ മാറ്റിക്കളയുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴാണ് ഈ അസന്തുലിതാവസ്ഥ വരുന്നത്. ജനരോഷം അങ്ങനെ ആ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ ആ ഓഫീസറെ പറ്റിയുള്ള മതിപ്പ് അവിടെ കുറവെന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഈ സംഭവത്തിൽ ഇപ്പം ഇനിയും അവിടെ ശക്തമായ പോലീസ് സാന്നിധ്യം ഉണ്ടായില്ലെങ്കിൽ, പ്രിവെന്റീവ് അറസ്റ്റ് അല്ലെ മുൻകരുതൽ അറസ്റ്റുകളൊക്കെ നടത്തി അവിടെ ശക്തമായ പോലീസ് നടപടികൾ നിഷ്പക്ഷമായിട്ട് നടത്തുന്നില്ല എങ്കിൽ തുടർന്നും ഉണ്ടാകാം. ചിലപ്പോൾ തിരുവനന്തപുരം
ആണെന്ന് പറഞ്ഞാൽ പോലും അവിടെ എന്താണെന്ന് പറഞ്ഞാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സംഘർഷം അവിടെ നിലനിൽക്കുന്നു ഈ മലമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നെട്ടയത്തും ഒക്കെ. അപ്പൊ അത് പല കാരണങ്ങളാലുണ്ട്. അത് ഒരു കൂട്ടർക്കുണ്ടാകുന്ന അസഹിഷ്ണുതയാകാം, ഒരാൾക്കുണ്ടാകുന്ന അമിതമായ ആവേശമാകാം, ഇങ്ങനെ പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പോ അതിനെയെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ പ്രദേശത്തിനെ കണ്ടിട്ട് ആ രീതിയിൽ പോലീസിന്റെ നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവിടെ ശക്തമായ പെട്രോളിംഗ് ഉണ്ടെങ്കിൽ സംഘർഷ സാധ്യത ഉണ്ടാക്കുന്ന അക്രമ സ്വഭാവമുള്ള ഇരുവിഭാഗത്തിലെ ആളുകളെ പ്രിവെന്റീവ് അറസ്റ്റായിട്ട് പിടിക്കണം, അല്ലെങ്കിൽ ചെയ്യണം. അവരെ വിളിച്ച് വാൺ ചെയ്യണം. പോലീസ് ഉദ്യോഗസ്ഥർ അതിനുള്ള അധികാരങ്ങളുണ്ട്. അത് നിയമം തന്നെ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്. അപ്പൊ ആ പോലീസിന്റേതായ നടപടി നിഷ്പക്ഷമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ രീതിയിലുള്ള സംഘർഷങ്ങൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ സംഘർഷങ്ങൾ, ഇനിയിപ്പോ കൗണ്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് മറ്റൊരു രീതിയിലേക്കും അത് കുറച്ചുകൂടെ ഇതായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഗൗരവമായിട്ട്. അതിപ്പോ അവിടെ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ചിലപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതിനുള്ള നടപടി എടുക്കാൻ പോലീസ് പ്രാപ്തമാണ്. കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പൊതുവെയുള്ള കാര്യമല്ല. കാരണം തിരുവനന്തപുരം അത്ര വലിയ രാഷ്ട്രീയ സംഘർഷമുള്ള, അല്ലെങ്കിൽ പോലീസിന് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ രാഷ്ട്രീയ അക്രമങ്ങൾ വന്നിട്ടുള്ള ഒരു ജില്ലയുമല്ല. മറ്റ് ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ, പല ജില്ലകളെ വെച്ച് നോക്കുമ്പോൾ പോലീസിന് വിരൽത്തുമ്പിൽ നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള രാഷ്ട്രീയ സംഘർഷ സാധ്യതകൾ മാത്രമേ അവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. പക്ഷെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇതിലിപ്പോ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് ആക്ഷേപം ഉണ്ടെങ്കിൽ പരാതി കൊടുത്ത് കൃത്യമായി സത്യസന്ധമായിട്ട് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് നടപടി സ്വീകരിക്കണം. അവർ എക്സസീവായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. അല്ലാതെ ഏകപക്ഷീയമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിലോ ഒക്കെ ചെയ്യാനുള്ളത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല.